കേരളത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം മറ്റേതൊരു സ്ഥലത്തെയും പോലെയല്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം. കടലിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത യോദ്ധാവായ മുനി പരശുരാമൻ ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും താരകാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തിയ ഉഗ്രനും ശക്തനുമായ ഭദ്രകാളി ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. എന്നാൽ ഈ ക്ഷേത്രത്തെ യഥാർത്ഥത്തിൽ നിഗൂഢമാക്കുന്നത് അതിന്റെ ചരിത്രം മാത്രമല്ല, ആയിരക്കണക്കിന് ഭക്തരെ വിശ്വാസത്തിന്റെ ആവേശത്തിലേക്ക് ആകർഷിക്കുന്ന ഇവിടെ നടക്കുന്ന തീവ്രവും വിചിത്രവുമായ ആചാരങ്ങളാണ്. എല്ലാ വർഷവും ഭരണി ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് ഒരു വൈദ്യുതീകരണ ഊർജം പ്രവഹിക്കുന്നു. വെളിച്ചപ്പാടുകൾ ചുവന്ന വസ്ത്രം ധരിച്ച് വാളുകൾ ഉപയോഗിച്ച് വന്യമായി നൃത്തം ചെയ്തുകൊണ്ട് ഒരു മയക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. കാവു തീണ്ടൽ എന്നറിയപ്പെടുന്ന ഒരു ഞെട്ടിക്കുന്ന ആചാരത്തിൽ ഭക്തർ ദേവതയോട് അശ്ലീലമായ വാക്കുകളും ജപങ്ങളും വിളിച്ചു പറയുന്നു. മറ്റേതൊരു ക്ഷേത്രത്തിലും സങ്കല്പിക്കാനാവാത്ത ഒന്ന്. എന്നാൽ ഇത് അനാദരവിന്റെ പ്രവൃത്തിയല്ല. ഇത് ഒരാളുടെ അഹങ്കാരവും വികാരങ്ങളും പൂർണ്ണമായും ദേവിക്ക് സമർപ്പിക്കുന്നതിനുള്ള ഒരു പുരാതന മാർഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് എല്ലാ മാലിന്യങ്ങളും ആഗിരണം ചെയ്യാൻ ദേവിയെ അനുവദിക്കുന്നു. ഈ സമയത്ത് ഭദ്രകാളി സ്വയം അവർക്കിടയിൽ അദൃശ്യയായി അവരുടെ പ്രാർത്ഥനകൾ കേട്ട് ദേവിയുടെ ദിവ്യശക്തി അഴിച്ചുവിടുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നിഗൂഢതയ്ക്ക് പുറമെ ദേവി ഒരിക്കൽ പ്രയോഗിച്ച ഒരു ഐതിഹാസിക വാൾ ക്ഷേത്രത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ പവിത്രമായ ആയുധം ഒരിക്കലും പൊതുജനങ്ങളെ കാണിക്കില്ല. കൂടാതെ ഐതിഹ്യമനുസരിച്ച് അതിൽ കണ്ണുവെക്കുന്ന യോഗ്യനല്ലാത്ത ആരും ശപിക്കപ്പെടും. ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം വിചിത്രമായ ദർശനങ്ങളും വിശദീകരിക്കാനാകാത്ത ഊർജ്ജമാറ്റങ്ങളും അനുഭവിച്ചതായി പലരും അവകാശപ്പെടുന്നു. ഇത് ദൈവം ഇവിടെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു. ഈ ക്ഷേത്രം മർത്യനും ദിവ്യനും ഇടയിലുള്ള ഒരു കവാടമാണ്. ദേവന്മാർ ഇവിടെ വരാറുണ്ടോ, അതോ കാലക്രമേണ നഷ്ടപ്പെട്ടു പോയ ഒരു പുരാതന പാരമ്പര്യമാണോ? ഉത്തരങ്ങൾ ഇപ്പോഴും ഒരു നിഗൂഢതയായി തുടരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം യുക്തിയെ വെല്ലുവിളിക്കുകയും ഇതിഹാസങ്ങൾ ജീവസുറ്റതാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്.